റോഡിന് ഇരുവശവും തിങ്ങിയാർക്കുന്നുണ്ട് ജനക്കൂട്ടം. അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. VS-നെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അവർ ആ വാഹനത്തിനടുത്തേക്ക് എത്തുന്നുണ്ട്. മുട്ടി ചുരുട്ടി അവർ VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. അലക്സ്, അണമുറിയാത്ത ജനപ്രവാഹം, അതാണല്ലോ ഇപ്പോൾ കഴക്കൂട്ടത്ത്. അലക്സ്, ഇതെന്തൊരു കാഴ്ചയാണ് കഴക്കൂട്ടത്ത്. അതായത് ഈ രണ്ട് വശത്തും ജനപ്രവാഹം, ജനസാഗരം എന്നൊക്കെ പറഞ്ഞാൽ അത് അതിശയോക്തിയായില്ല. അത്ര കണ്ട് ജനം ഇങ്ങനെ തമ്പടിച്ചിരിക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ അത്ര കണ്ട് ജനം അങ്ങനെ ഇരുമ്പിയാർത്ത് നിൽക്കുകയാണ്. അതിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ അക്കൂട്ടത്തിലുണ്ട്. അവർ മണിക്കൂറുകളായി ഈ ഭാഗത്ത്, കഴക്കൂട്ടത്തിന്റെ ഈ ദേശീയ ഹൈവേയുടെ ഈ ഭാഗത്ത് അവർ അങ്ങനെ നിലയുറപ്പിച്ചതാണ്. ഇപ്പോൾ വാഹനത്തിന് വിലാപയാത്രയായി വരുന്ന VS-ന്റെ ഭൗതികദേഹവുമായി വരുന്ന ബസ്സിനും മറ്റു വാഹന വ്യൂഹങ്ങൾക്കും ആ വഴി കടന്നു പോകാനാകാത്ത സാഹചര്യമുണ്ട്. അവർ അവിടെ ഒരു പൊതുപരിപാടി പോലെ, അതായത് ഒരു അനുസ്മരണ സമ്മേളനം പോലെയൊക്കെ പാർട്ടി നേതാക്കൾ സംഘടിപ്പിച്ചതായി മനസ്സിലാക്കുന്നുണ്ട്. അത്തരത്തിൽ സ്റ്റേജിന്റെ ഒരു വശമൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. നോക്കൂ, ഈ കാര്യവട്ടം കഴിഞ്ഞ് തൊട്ട് പിന്നിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടത് ഇത്തരത്തിൽ റോഡിന് ഇരുവശവും റോഡിലേക്കുമൊക്കെ ജനം ഇങ്ങനെ വന്ന് ഇരമ്പിയാർത്ത് നിൽക്കുന്നതാണ്. ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ അവരുടെ പ്രിയപ്പെട്ട നേതാവിന് ഏറ്റവും യോജ്യമായ ഒരു യാത്രയപ്പോൾ അവർ നൽകുന്നുണ്ട്. ഈ സമയം വീട്ടിലിരിക്കാനല്ല ഞങ്ങൾ തയ്യാറെടുക്കുന്നത്, വീട്ടിലിരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നവർ പ്രഖ്യാപിക്കുന്നു. അതിനകത്ത് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വനിതകളുണ്ട്, അമ്മമാരുണ്ട്, മുത്തശ്ശിമാരുണ്ട്. അങ്ങനെ അവർ തങ്ങളുടെ പ്രിയപ്പെട്ട VS-നെ കാണാൻ ഇവിടെ വന്ന് അങ്ങനെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിക്കുന്ന അന്ത്യയാത്ര, ഏറ്റവും വലിയൊരു അന്ത്യയാത്ര ഇത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്ര കണ്ട് ജനാരവം, ജനങ്ങൾ ഇവിടേക്ക് വന്ന് കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. ജനങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഭിവാദനം അർപ്പിക്കുകയാണ്. അവരങ്ങനെ നോക്കി നിൽക്കുകയാണ്. VS-നെ ഒരു നോക്ക് കാണാൻ, അന്ത്യാഭിവാദനം അർപ്പിക്കാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് മാത്രമല്ല, പലരുടെയും കയ്യിൽ റോസാ പുഷ്പങ്ങളുണ്ട്. ആ റോസാ പുഷ്പങ്ങളൊന്ന് VS-നെ അർപ്പിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകും. അവർ ആ വാഹനത്തിൽ നിന്ന് VS-നൊന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകും. കാര്യവട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സൂചന ലഭിച്ചിരുന്നതാണ്. കാര്യവട്ടത്ത് വലിയ ജനസാഗരമായിരുന്നു കാര്യവട്ടത്തുണ്ടായിരുന്നത്. കാര്യവട്ടത്ത് തൊട്ടു പിന്നാലെ കാര്യവട്ടം ക്യാമ്പസിലെ SFI പ്രവർത്തകരടക്കമുള്ളവർ, വിദ്യാർത്ഥികളടക്കമുള്ളവർ അവിടെ തിങ്ങി നിറഞ്ഞു നിന്ന് മുദ്രാവാക്യം ഉയർത്തിയതും, തിങ്ങി നിറഞ്ഞു നിന്ന് കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം ഉയർത്തി അവർ VS-നെ VS-ന് അന്ത്യാഭിവാദനം നൽകിയത് അവിടെ കണ്ടു. തൊട്ടു പിന്നാലെ കാര്യവട്ടത്ത് നിന്ന് കഴക്കൂട്ടത്തേക്ക് എത്തുമ്പോൾ സ്ഥിതി മറിച്ചായിരുന്നു. കഴക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ ഒരു ജനമഹാസമുദ്രം പോലെ കഴക്കൂട്ടം കാണുന്നു. കഴക്കൂട്ടത്ത് നിന്ന് വാഹനം കടന്നു വരാനാകാത്തൊരു സാഹചര്യമുണ്ട്. നിലവിൽ ഈ വിലാപയാത്രയായി കടന്നു വരുന്ന വാഹനം മീറ്ററുകൾക്കപ്പുറത്താണ് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് അത് കടന്നു വരാൻ പറ്റുന്നില്ല. അത്ര കണ്ട് ജനസഞ്ചയം അവിടെ തിങ്ങിപ്പാർത്തിട്ടുണ്ട്, തിങ്ങിക്കൂടിയിട്ടുണ്ട്. മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, അവർ ആർത്ത് വിളിക്കുന്നുണ്ട്, അവർ പൊട്ടിക്കരയുന്നുണ്ട്. അതിൽ പലരും അത്തരത്തിൽ അങ്ങേയറ്റം വൈകാരികമായ രംഗങ്ങൾക്ക് കഴക്കൂട്ടം സാക്ഷിയാകുന്നു. VS-ന്റെ ഭൗതികദേഹവും കൊണ്ടുള്ള ഈ വിലാപയാത്രയിൽ കഴക്കൂട്ടത്ത് അത്യന്തം വൈകാരികമായ രംഗങ്ങൾക്ക് കാഴ്ചയാകുന്നു കഴക്കൂട്ടം. പ്രവർത്തകർ അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്ത ചെങ്കൊടി ഉയർത്തി പ്രവർത്തകർ VS-നെ അഭിവാദ്യം ചെയ്യുന്നത് അവിടെ കാണാം. ആ കഴക്കൂട്ടത്ത് വാഹനത്തിന് നേരെ VS-ന്റെ ഭൗതികദേഹമുള്ള വാഹനത്തിന് നേരെ, വാഹനത്തിന് തൊട്ടു പിന്നാലെ പ്രവർത്തകർ ഈ ചെങ്കൊടി വീശി അവർ അഭിവാദ്യം ചെയ്യുന്നത് കാണാം, അന്ത്യാഭിവാദനം നൽകുന്നത് കാണാം. VS-നെ പോലൊരു നേതാവിന് തങ്ങൾക്കില്ല എന്നുള്ള ജനങ്ങളുടെ പ്രഖ്യാപനം കൂടിയായി ഇതിനെ വിലയിരുത്തേണ്ടി വരും. അവർ അത്തരത്തിലാണ് പ്രതികരിക്കുന്നത്, വൈകാരികമായി അവർ പ്രതികരിക്കുകയാണ്. ഇതിൽ ഉന്മേഷ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ പോയിന്റുകളിൽ നിർത്തുമ്പോഴും ആ പോയിന്റുകളിൽ തിങ്ങി നിറഞ്ഞൊരു ജനസഞ്ചയം ഈ വാഹന വ്യൂഹത്തിനൊപ്പം മുദ്രാവാക്യം ഉയർത്തി അവർ പദയാത്രയായി മുന്നോട്ട് വരുന്നത് നമ്മൾ കാണുന്നു. അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കാരണം തൊട്ട് മുന്നിലേക്ക് പോകുമ്പോൾ അതേതു വിധത്തിൽ അത്രയും ആളുകളെ ഉൾക്കൊള്ളിച്ചതൊരു പദയാത്രയെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വാഹനത്തിന്റെ വേഗത പരമാവധി ചില ഇടങ്ങളിൽ കൂട്ടിയാണ് ആ ഒരു ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള ഒരു ശ്രമം പാർട്ടി നടത്തുന്നത്. അങ്ങനെയും ഒക്കെ പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴക്കൂട്ടത്തേക്ക് എത്തുമ്പോൾ കഴക്കൂട്ടത്ത് വലിയ ജനസാഗരം ഇവിടെ അണിനിരന്നിരിക്കുന്നു VS-നെ കാണാൻ. ഇതിൽ ഈ അനൗൺസ്മെന്റിൽ പറയുന്നത് പോലെ അവരുടെ കണ്ണും കരളുമായ അവരുടെ കണ്ണും കരളും VS-ന് പകുത്തു കൊടുക്കാൻ Viva, 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 viva,